സകലതും ഇപ്പൊ തമ്മിൽ തല്ലി തല ധരിച്ച വീടില്ല എന്റെ ഭഗവതി. എത്ര സമയം സംഘടന തുടങ്ങിയിട്ട്? കുറച്ചു നേരമായി. ഓ, ഞാൻ കുറച്ച് ലേറ്റ് ആയി. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സുജിത് ദാസിനെതിരെ നടപടി വന്നു. ഇന്നലെ SP ശശിധരനെതിരെ നടപടി വന്നു. പക്ഷേ MR അജിത് കുമാറിനെതിരെ മാത്രമാണ് നടപടിയില്ലാത്തത്. ഇങ്ങനെ ഗുരുതരമായ ഒട്ടനവധി ആരോപണങ്ങൾ നേരിടുന്ന, RSSുമായി കൂടിക്കാഴ്ച നടത്തി എന്നുള്ളത് മാത്രമല്ല, ഗുരുതരമായ ആരോപണങ്ങൾ നേരിടുന്ന MR അജിത് കുമാറിനെ മാത്രം മുഖ്യമന്ത്രി മാറ്റാത്തതിൽ ഇടതുമുന്നണിയിൽ പോലും അമർഷമുണ്ട്. ഉൾപാർട്ടി ജനാധിപത്യം അനുവദിച്ചിട്ടുണ്ട്, ശരി. നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്ന് ദിനേശ് വേടി വലിക്കുന്നതും അതുകൊണ്ടാണ്. എന്ന് വെച്ച് പാർട്ടിയിലെ ബുദ്ധിജീവികളെ ചോദ്യം ചെയ്യരുത്. BJPക്ക് അമർഷമുണ്ടോ? തീർച്ചയായിട്ടും BJPക്ക് അമർഷമുണ്ടല്ലോ. അതുകൊണ്ട് തന്നെയല്ലേ യുവമോർച്ച ഇന്നലെ കാര്യമായിട്ട് തന്നെ സമരം ചെയ്തിട്ടുള്ളത്. മോഷണവും പിടിച്ചുപറിയും വരെ നടത്തി. എന്നിട്ടും നാം അദ്ദേഹത്തെ മഹാൻ എന്ന് വിളിക്കുന്നു. എന്തുകൊണ്ട്? യുവമോർച്ച സമരമുഖത്തുണ്ട്, BJP സമരമുഖത്തുണ്ട്. ADGP അജിത് കുമാറിന്റെ തൽസ്ഥാനത്ത് നിന്ന് അന്വേഷണം കഴിയുന്നതുവരെ മാറ്റി നിർത്തണം എന്ന് തന്നെയാണ് BJPയുടെ അഭിപ്രായം. BJPക്ക് മറിച്ചൊരു അഭിപ്രായ വിഷയത്തിലില്ല. അതിശക്തമായിട്ട് തന്നെ ആ വിഷയം ഉന്നയിച്ചിട്ടുണ്ട്. ഞാൻ എത്തിക്കഴിഞ്ഞു. എന്റെ കാലൻ തരുമ്പിൽ ഒരടി മുന്നോട്ട് വെച്ചാൽ 100 അടി കടന്നിരിക്കും. ഞങ്ങൾ ആരും ഇതുവരെയും ഈ നിമിഷം വരെയും ഈ ചർച്ചകളിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിന്നിട്ടില്ല. കാരണം ഞങ്ങൾക്ക് ഇതിനകത്ത് മറയ്ക്കാൻ വേണ്ടിയിട്ടൊന്നുമില്ല. പിന്നെ ഞങ്ങൾ എന്തിനാ ഇതിനകത്ത് ഒളിച്ചോടുന്നത്? നിങ്ങളുടെ ഏത് ചോദ്യത്തിനും ഞങ്ങളുടെ പക്കൽ മറുപടിയും ഉണ്ട്. പക്ഷെ നിർബന്ധിച്ചാലേ പറയുന്നുണ്ടോ ശ്രീ യുവരാജ് ഗോകുൽ? എന്താണ് അതിന്റെ ഉദ്ദേശം? പെട്രോൾ ടാങ്കിനടുത്ത് തീപ്പെട്ടുമായിട്ട് വരുന്നോടാ റാസ്കൽ. എല്ലാ ദിവസവും പ്രസ് മീറ്റ് നടത്തി ശക്തമായ നിലപാട് എടുക്കുന്ന BJP സംസ്ഥാന നേതൃത്വത്തിനെ പൊടിയിട്ട് നോക്കിയാൽ പോലും കാണാനില്ലാത്ത ദിവസങ്ങളുണ്ട്. ഇത്ര ഗുരുതരമായ രാഷ്ട്രീയ സാഹചര്യം കേരളത്തിലുള്ളപ്പോൾ എല്ലാ ദിവസവും പ്രസ് റിലീസ് കൃത്യമായിട്ട് ഇറക്കുന്നുണ്ട്. K. സുരേന്ദ്രൻ ഇന്നലെ വരെയും കൃത്യമായിട്ട് മാധ്യമങ്ങളെ കണ്ടിട്ടുണ്ട്. നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് അദ്ദേഹം മറുപടി പറഞ്ഞിട്ടുണ്ട്. നേരം വെളുത്ത് ഇത്രയല്ലേ ആയുള്ളൂ. ശ്രീ V. മുരളീധരൻ മാധ്യമങ്ങളെ കണ്ടിട്ടുണ്ട്. അദ്ദേഹം നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞിട്ടുണ്ട്. ശ്രീമതി ശോഭാ സുരേന്ദ്രൻ മാധ്യമങ്ങളെ കണ്ടിട്ടുണ്ട്. നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇതിനകത്ത് യാതൊരു ഭയം ഇല്ലെന്ന്. ഞങ്ങൾ എന്തിനാണ് ഇതിനകത്ത് ഒളിച്ചോടുന്നത്, ഒഴിഞ്ഞു മാറുന്നത്? യുവമോർച്ച സമരം നടത്തി BJP എന്തെങ്കിലും സമരം നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ടോ ശ്രീ യുവരാജ് ഗോകുൽ? അതൊന്നും പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവത്തില്ല. പിന്നെ ഷാൻ ഇത് എന്ത് തരം ചോദ്യമാണ്? യുവമോർച്ച BJP എന്ത് തരം ഉത്തരമാണ് ശ്രീ യുവരാജ് ഗോകുൽ? നീ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കും. BJP കടുത്ത രാഷ്ട്രീയ പ്രശ്നങ്ങളുള്ളപ്പോൾ BJP യുവമോർച്ചയെ സമരത്തിന് വിട്ടിട്ട് ഞങ്ങൾ പറയുന്നുണ്ടല്ലോ, ഞങ്ങൾ ചോദിക്കുമ്പോഴൊക്കെ ഉത്തരം പറയുന്നുണ്ടല്ലോ എന്ന് പറയുകയാണോ നിങ്ങൾ സാധാരണ ചെയ്യാറുള്ളത്? അല്ല, ചിരിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ മനസ്സിലാവുന്നുണ്ട്. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? ഉൾപ്പെടെ നേരിട്ട് അല്ലല്ല, ചിരിക്കേണ്ടി വരുന്ന നിങ്ങളുടെ ചോദ്യമല്ലേ? അതെ, യുവമോർച്ച സമരം ചെയ്തിട്ടില്ലേ എന്ന്. ഏത് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് പരാജയമാണെന്നും ആ പൊളിറ്റിക്കൽ സെക്രട്ടറി ക്രിമിനൽ അധോലോക സംഘത്തിന് നേതൃത്വം നൽകുന്നുവെന്നും ഭരണപക്ഷ MLA പറഞ്ഞിട്ട് യുവമോർച്ച സമരം ചെയ്തിട്ടില്ലേ എന്ന് ഒരു ചോദ്യം കേട്ട കേരളം മുഴുവൻ പൊട്ടിച്ചിരിക്കും. അതാണ് ഞാൻ പറഞ്ഞത്, മുറ്റത്തെ കിണറിന് അടപ്പില്ല. മുറ്റത്തെ കിണറിന് അടപ്പില്ല, അത്ര തന്നെ. ഒന്ന് പോവാ. ഷാനിയുടെ സ്ട്രാറ്റജി എനിക്ക് വളരെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം കോർ പോയിന്റിലേക്ക് ചോദ്യങ്ങൾ വരികയും ഡിബേറ്റ് ആ വിഷയത്തിലേക്ക് പോവുകയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ അജണ്ട നടപ്പിലാകില്ല എന്നുള്ളതുകൊണ്ട് ശ്രീ യുവരാജ് ഗോകുൽ, നിങ്ങൾ കൊണ്ടുവരൂ. നിങ്ങളെ കാണുന്നില്ലല്ലോ, നിങ്ങളെ കാണുന്നില്ലല്ലോ കോർ ഇഷ്യൂലേക്ക് വരാൻ. അല്ല, കോർ ഇഷ്യൂലേക്ക് നിങ്ങൾ കൊണ്ടുവരൂ ശ്രീ യുവരാജ് ഗോകുൽ. ബീറ്റിംഗ് അറൗണ്ട് ബുഷ് കാണിക്കാതെ. അയ്യോ, നിങ്ങൾക്ക് പിടിച്ചു വെച്ചോ? അല്ലെങ്കിൽ ഞാൻ ചോദിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. താങ്കൾ നീ കൂടുതൽ ആളാവില്ല കേട്ടാ. അയ്യോ, ഇത് അസംബ്ലിയേക്കാൾ മോശമായി. താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ എന്ത് അനാവശ്യ ചോദ്യമാണ് ഇന്ന് ഞാൻ താങ്കളോട് ചോദിച്ചത്? വേണം തരാം കേട്ടാ. ഇന്നത്തെ വിഷയം PV അൻവർ ഒരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. ആ ആരോപണത്തിന്റെ ഒരു ഭാഗത്ത് BJP അല്ലെങ്കിൽ RSSനെ പിടിച്ച് അവർ നിർത്തിയിട്ടുണ്ട്, അദ്ദേഹം നിർത്തിയിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ചോദ്യം നേരിട്ട് ആ വിഷയത്തിലേക്ക് വരാം. എല്ലാം തകർന്നു, എല്ലാം പൊളി. പകരം നിങ്ങൾ ബീറ്റിംഗ് അറൗണ്ട് ബുഷാണ്. യുവമോർച്ച എന്തിനു സമരം ചെയ്തു? BJP എന്ത് തരം ചോദ്യം? അതാണ് ഞാൻ ചോദിക്കുന്നത്. ഞാനിവിടെ ഇരിക്കുന്നത് ഇന്നത്തെ വിഷയം ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ്.
ഒന്നും ഞാൻ പറയില്ല, പക്ഷെ ഉത്തരം പറയാൻ ശ്രമിച്ചതാണ് ശ്രീ യുവരാജ് ഗോകുൽ. കേട്ടോ, അല്ല നിങ്ങൾ പറയണ്ട, നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഞാൻ അല്ല, ചോദിച്ചിട്ടുണ്ടല്ലോ. എനിക്ക് ഇനി സർട്ടിഫിക്കറ്റ് ഇനി ആവശ്യമില്ലാതെ നിങ്ങൾ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഞാൻ പ്രശ്നത്തിലേക്ക് ചോദിച്ചിട്ടില്ല. നിങ്ങൾക്ക് സംസ്ഥാന സർക്കാർ ഇത്ര ഗുരുതരമായ ഒരു രാഷ്ട്രീയ പ്രതിസന്ധിയിൽ നിൽക്കുമ്പോൾ BJP-യുടെ പരിപാടി എന്താണ്? എന്റെ കൈ ഫ്രീ അല്ല, അല്ലായിരുന്നേ കൊച്ചെ നിന്റെ ഈ കിള്ളി ചോദ്യം ഇന്ന് ഞാൻ അവസാനിപ്പിച്ചേനെ. ഷാനി, ഇതിന്റെ അകത്ത് PV അൻവർ ഉന്നയിച്ചിരിക്കുന്ന ആരോപണം ഇപ്പൊ തുടക്കം മുതൽ നമ്മൾ അനലൈസ് ചെയ്ത് വരേണ്ടി വരും. കാരണം PV അൻവർ അത്ര വലിയ വിശുദ്ധനാണ് എന്നൊന്നും ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. അദ്ദേഹത്തിന്റെ ആക്ടിംഗ് ശരിയല്ലെന്നാണോ സാർ പറയുന്നത്? എന്നല്ല, എങ്കിലും കുടം പെട്ടെന്ന് നിറയണമെന്നുള്ളവർക്ക് ആ രീതി ഇഷ്ടപ്പെടും. PV അൻവറിന്റെ മുൻകാല ചെയ്തികൾ, അദ്ദേഹത്തിന്റെ ബിസിനസ് പരമായ കാര്യങ്ങൾ, അദ്ദേഹത്തിന്റെ ഇപ്പൊ അദ്ദേഹം തന്നെ പറയണം, അദ്ദേഹം ഫോൺ ചോർത്തി എന്ന് അദ്ദേഹം തന്നെ പറയണം. അപ്പൊ അദ്ദേഹം അത്ര വലിയ വിശുദ്ധനായിട്ടുള്ള ആളാണെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. എന്താ ആ പ്രതീക്ഷയും ഒന്നാമത്തെ കാര്യം, PV അൻവറിന്റെ ആദ്യത്തെ പത്രസമ്മേളനം മുതൽ എടുത്തു കഴിഞ്ഞാൽ PV അൻവർ ഇതിനകത്ത് അദ്ദേഹം ഉന്നയിക്കുന്ന ആരോപണങ്ങളിൽ കാതലുണ്ട് എന്നുണ്ടെങ്കിൽ, അതിനകത്ത് മെറിറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനകത്ത് നടപടി എടുക്കണം. ADGP അജിത് കുമാർ ആയാലും ശരി തന്നെയാണ്, SP സുജിത് ദാസ് ആയിരുന്നാലും ശരി തന്നെയാണ്, ആരായിരുന്നാലും ശരി തന്നെയാണ്, നടപടി എടുക്കണം. പക്ഷേ അല്ലല്ല, ഞാൻ കംപ്ലീറ്റ് ചെയ്യട്ടെ. അല്ല, ഈ പോയിന്റ് ഞാൻ കംപ്ലീറ്റ് ചെയ്യട്ടെ. എന്നാണ് നമ്മൾ എല്ലാ ദിവസവും കേൾക്കുന്നത്. ഈ മെറിറ്റ് ഉണ്ടെങ്കിൽ ആരെ അത് കണ്ടെത്തും? മെറിറ്റ് ഉണ്ടോ എന്ന് ആര് കണ്ടെത്തും? ഔചിത്യം എന്നൊരു സാധനമുണ്ട്. ഒരു മനുഷ്യനായ കുറച്ചൊക്കെ ഔചിത്യം. അതിനകത്തൊരു ജുഡീഷ്യൽ അന്വേഷണം നടത്തി വേണമെങ്കിൽ അത് കണ്ടെത്തണം എന്നുള്ളതാണ് എന്റെ ആവശ്യം. ഇനി നമുക്ക് പോയിന്റിലേക്ക് തിരിച്ചു പോകാം. ഒന്ന്, ഇദ്ദേഹം ഇപ്പൊ നീ എന്താണ് അവിടെ ഇവിടെയും തൊടാതെ സംസാരിക്കണേ? നിങ്ങൾക്ക് ചർച്ച കൊണ്ടുപോകാനല്ല താല്പര്യം, പ്രധാനപ്പെട്ട പോയിന്റാണ് ചോദിക്കുന്നത് ശ്രീ യുവരാജ് ഗോകുൽ. അങ്ങനെ നിങ്ങൾ പറയുന്നത് മാത്രം കേട്ടിട്ട് നമുക്ക് പോകാൻ പറ്റുമോ? ചിരിക്കണം. എന്താ ഒരു വലിയ തമാശ പറഞ്ഞതല്ലേ? ചിരിക്കണമെങ്കിൽ ചിരിക്കാം. വേണമെങ്കിൽ ജുഡീഷ്യൽ അന്വേഷണം നടത്തുക എന്നൊരു നിലപാടൊക്കെ BJP ഇന്നേവരെ കേരളത്തിലെ രാഷ്ട്രീയ പ്രശ്നത്തിൽ നിൽക്കുന്നില്ല. വേണമെങ്കിൽ ജുഡീഷ്യൽ അന്വേഷണം നടത്തണമെന്നോ? അല്ലല്ല, ഞാനൊരു കാര്യം പറയട്ടെ. ഇതൊരു വല്ലാത്ത ജന്മം തന്നെ. അതെ, ഇതൊരു വല്ലാത്ത ജന്മം തന്നെയാണ്. ഞാൻ ഇതുവരെ പറഞ്ഞില്ലെന്നേ ഉള്ളൂ. ഒരു അന്വേഷണം നടത്തണമെന്നുണ്ടെങ്കിൽ ആഭ്യന്തര വകുപ്പാണ് കേരളത്തില് എന്നല്ല, ഏതൊരു സ്ഥലത്തും ആഭ്യന്തര വകുപ്പാണ് അന്വേഷണം നടത്തേണ്ടത്. അന്വേഷണം നടത്തിയിട്ട് സത്യം എന്താണെന്നുള്ള കാര്യം പുറത്തു കൊണ്ടുവരേണ്ടത്. പക്ഷേ വിവരമില്ലാത്തവർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. എനിക്ക് വിവരമുണ്ട് എന്ന് മറ്റുള്ളവർക്കൂടെ തോന്നണ്ടേ? പിണറായി വിജയനും P ശശിയും ഒക്കെ തന്നെ ഈ ആരോപണ നിഴലിൽ നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അവരന്വേഷിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് എത്രത്തോളം യാഥാർത്ഥ്യം പുറത്തു വരും എന്നുള്ള കാര്യത്തിൽ നമുക്ക് യാതൊരു തരത്തിലുള്ള ഉറപ്പുമില്ല. അതൊരു യാഥാർത്ഥ്യമാണ്. പോലീസുകാരിടുന്നത് നമ്മളിടുന്നതും കാക്കിയ അതിന്റെ മാന്യത വിട്ട് പെരുമാറിയാൽ പോലീസായാലും നമ്മളായാലും ശിക്ഷിക്കപ്പെടും. ഒരു 6 ഇഞ്ച് നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഈ സ്വിച്ചിന്റെ കാര്യമാണ്. ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല. ഇതൊക്കെ എന്ത് അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ? ശരി.